ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന 2 തിരുവചന ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ തിരുവചന ഭാഗം മിസ്റ്റർ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം തിരുവചനങ്ങൾ. അതിൽ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. വിശ്വാസം, ഒന്നാമത്തെ കാര്യം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 വിഷയങ്ങളുള്ളതിൽ ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വിശ്വാസം, നമ്മുടെ വിശ്വാസം എത്രമാത്രം സർവശക്തനായ കർത്താവിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഈശോയെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, നമ്മളെ രക്ഷിക്കാനായിട്ട് സ്വയം കുരിശിൽ ബലിയായി പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്ന് വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമ്മളോടുള്ള ആ പരമ കാരുണ്യവാനായ കർത്താവിൻ്റെ അനന്തമായ സ്നേഹമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. എത്രമാത്രം അവിടുത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം മുഴുവൻ? ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ? അതെല്ലാം നടത്തിത്തരാനും നമ്മുടെ ഓരോ ദൈനംദിന കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് അവിടുത്തെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? അപ്പം നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ഒരു വ്യക്തി ആവരുത് ഈശോ. ഈശോ നമ്മുടെ എല്ലാമായി സർവസ്വമായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം തന്നെ. അതല്ലേ, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? വിശുദ്ധ കുർബാനയില്ല. ഈശോ പരിശുദ്ധ രക്തത്താൽ ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടി നമ്മൾ ഈശോ പറഞ്ഞു തന്നെ, ഞാൻ വരുന്നത് വരെ നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾ പാനം ചെയ്യുവിൻ. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ജീവിക്കുന്ന സർവശക്തനായ കർത്താവിനെയാണ് നമ്മൾ ദൈനംദിനം നാക്ക് നീട്ടി സ്വീകരിക്കുന്നത്. അത് വിശുദ്ധിയോടുകൂടി ആയിരിക്കണമെന്ന് മാത്രം. അശുദ്ധിയോടെ സ്വീകരിച്ചാൽ നമ്മുടെ യൂദാസിന് പറ്റിയ അതേ അവസ്ഥകളിലേക്ക് തന്നെ നമ്മളും കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ശുദ്ധമായ അവസ്ഥയിൽ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമ്മളൊരു അനുഗ്രഹമായിത്തീരും. നമ്മൾ ഏതൊരവസ്ഥയിലും, ഏതൊരു ബന്ധനാവസ്ഥയിലായിക്കോട്ടെ, എന്ത് പ്രശ്നത്തിൻ്റെ നടുവിലായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, എന്ത് തന്നെയായിരുന്നാലും സൃഷ്ടാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ സൗഖ്യം ഉണ്ടാകും. നമ്മുടെ കെട്ടുകൾ അഴിയും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ ജീവിതം കഴിക്കണം. ഒരു വചനഭാഗം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. ആരെ? ഈശോയെ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ല ചോദിക്കേ, ആ സഹോദരിയുടെ വിശ്വാസം, ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലും തൊട്ടാൽ സുഖം പ്രാപിക്കും. അവിടെ സൗഖ്യം നടന്നു. ഇന്ന് ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ മാലാഖമാർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് മനുഷ്യരായ നമുക്ക് കർത്താവ് യേശു മിശിഹാ തമ്പുരാൻ തന്നിരിക്കുന്നത്.
അവിടുത്തെ സ്വീകരിക്കാൻ കിട്ടുന്ന അവസരം എത്രമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചിന്തിച്ചു നോക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ച ആചരണത്തിൽ ഏറ്റവും മെയിനായിട്ട് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും വിശുദ്ധ കുർബാന മുടക്കുമ്പോൾ 3-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നമ്മൾ ഞായറാഴ്ച കുർബാന മുടക്കുമ്പോൾ ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പോൾ പ്രമാണത്തിൻ്റെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. കുംസാരത്തിൽ ഏറ്റുപറയേണ്ട കാര്യമാണ്. കുംസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാവമോചനം സ്വീകരിക്കണം മനഃപൂർവ്വം. രോഗാവസ്ഥയിൽ നമ്മൾ കിടപ്പായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ അറിയാം, നടക്കാൻ പറ്റും, നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് സമയമുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് സമയമില്ലെങ്കിൽ സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. കാരണം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് വിശുദ്ധ കുർബാനയായി നമ്മളെ നോക്കിയിരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ നമ്മൾ മറ്റു വഴികളിൽ ഓടുമ്പോൾ ഇനിയൊരു അവസരം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഈ 3-ാം പ്രമാണത്തിൻ്റെ ലംഘനം അത് ഒന്ന്. പിന്നെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കുറവ്. ഈശോ സത്യമായും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു. ഞാൻ അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനയെ അത്രമാത്രം സ്നേഹിക്കുന്നത്. ഈശോ എന്നെ വിശുദ്ധ കുർബാനയിലൂടെ മുഖാമുഖം കണ്ട് സുഖപ്പെടുത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഈശോ ഉണ്ട്. ആ ഈശോ നിങ്ങളെയും സുഖപ്പെടുത്തും. തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരവസ്ഥയിലായിക്കോട്ടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോവുക. വിശുദ്ധ കുർബാനയിലായിരിക്കുക. നിങ്ങൾ ഇന്ന് കിടന്ന് അസ്വസ്ഥപ്പെട്ട് ഓടി നടക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് വന്നാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ കാലഘട്ടം പൈശാചികമായ വലിയൊരു കാലഘട്ടമാണ്. ഈശോ പരിശുദ്ധ രക്തത്താൽ നമുക്ക് സ്ഥാപിച്ചു തന്ന ആ ഉടമ്പടി അല്ലാതെ മറ്റൊരു ഉടമ്പടിയുമായി ആര് വന്നാലും അത് അന്ധകാര ശക്തിയാണ്. തിരിച്ചറിയുക. അങ്ങനെ ഒരു ഉടമ്പടിയിൽ അനേക ലക്ഷക്കോടിക്കണക്കിന് ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധകാര ശക്തിയുടെ അടിമത്തത്തിലേക്ക് സാത്താൻ വെച്ചിരിക്കുന്ന വലയിലേക്ക് വീണ് വിശുദ്ധരുടെ പേര്, പരിശുദ്ധ അമ്മയുടെ പേരൊക്കെ പറഞ്ഞാണ്. അല്ലാതെ ഈ കറുത്ത കുപ്പായിട്ടുണ്ടല്ലോ, വെളുത്ത കുപ്പായങ്ങൾ തന്നെയാണ് സാത്താൻ ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമായിട്ട് വിശുദ്ധ കുർബാനയോട് ചേർന്ന് പോയാൽ മതി. ഈ കച്ചവട കാര്യങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് നിങ്ങൾ ഒരിക്കലും അന്ധകാരത്തിൻ്റെ പിടിയിലേക്ക് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയോട് ചെയ്യുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.